ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മ്യൂറൽ ഫേസ് ആണ് കേട്ടോ നമ്മൾ ചെയ്യണത്. പെൻസിൽ സ്കെച്ച് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്തത്. ഔട്ട്ലൈനിങ് മുതലാണ് വീഡിയോ എടുക്കുന്നത്. പെൻസിൽ സ്കെച്ചിന്റെ മുകളിൽ കൂടെ മ്യൂറൽ റെഡ് വെച്ച് ഔട്ട്ലൈൻ ചെയ്തെടുത്തു. ഔട്ട്ലൈനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യെല്ലോ വാഷാണ്. ആദ്യം നമ്മൾ ഓർണമെന്റ്സിനൊക്കെ യെല്ലോ കളർ അപ്ലൈ ചെയ്യും. ഇവിടെ ഞാൻ യെല്ലോ ഓക്കറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ യെല്ലോ വാഷ് ചെയ്യുമ്പോൾ 2 ലെയറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇവിടെ ഞാൻ 2 ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു ഫിനിഷിങ് കാണാത്തത് കൊണ്ട് ഞാൻ 1 ലെയറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ലെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ഇതുപോലെ പാച്ചി ലുക്ക് തന്നെ തോന്നിയപ്പോഴാണ് ഞാൻ 1 ലെയറും കൂടി അപ്ലൈ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. യെല്ലോ വാഷ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓർണമെന്റ്സിനൊക്കെ ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മ്യൂറൽ റെഡ് വെച്ചിട്ട് വീണ്ടും 1 ലെയറും കൂടി നമ്മൾ അതിന്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മളതിനെ ലൈറ്റാക്കി താഴത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഗ്രീൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സാപ്പ് ഗ്രീനും പിന്നെ ഒരു ലേശം മ്യൂറൽ റെഡും ആണ് കേട്ടോ. അപ്പോൾ ഒരു ഡാർക്കർ ടോൺ നമുക്ക് കിട്ടും. സാപ്പ് ഗ്രീൻ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ഗ്രീൻ ആയിട്ടാണ് വരുന്നത്. ഇത് കുറച്ചൊരു ഡാർക്ക് ടോൺ ആണ് വേണ്ടത്. അതുകൊണ്ടാണ് മ്യൂറൽ റെഡ് മിക്സ് ചെയ്തത്. ഒരു 3-4 ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ചിത്രം വരച്ചത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വരയ്ക്കുന്നത് ആരെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു റെഫറൻസ് ഇമേജ് ആണ്. എനിക്ക് ചിത്രം കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ആരാണ് എന്നൊന്ന് കമന്റ് ചെയ്യണേ.